ചക്കരക്കുടത്ത് കൈയിട്ട നക്കാത്തവരായിട്ട് ആരുമില്ല എന്ന്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ശേഷം അത് മാറ്റിപ്പറയേണ്ടിയിരിക്കുന്നു. ഈ പിണറായി വിജയനും കൂട്ടരും ചക്കരക്കുടത്തിൽ മാത്രമല്ല സെപ്റ്റിക് ടാങ്കിൽ പോലും കൈയിട്ട നക്കുന്നവരാണ് ഈ മുഖ്യമന്ത്രിയും കൂട്ടരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട, ഏറ്റവും കൊള്ളക്കാരായ ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വ ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന്റെ പങ്കാളിത്തം അന്വേഷിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. മിനിയാണം ഹൈക്കോടതി പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിനെ കുറിച്ച്. എന്നിട്ട് എന്തേ അദ്ദേഹം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതി ചേർക്കാത്തത്? ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഹൈക്കോടതി പറയുക? എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഹൈക്കോടതിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ ഭാഷയിൽ ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾ അറിയാതെ ഇതെല്ലാം നടക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ട് എന്നല്ലേ? ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതി ചേർക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രശാന്തിനെ പ്രതി ചേർത്ത് അന്വേഷിക്കാത്തത്, അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് ഒരു കാര്യം കേരളത്തിലെ ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശ്രീ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ രാജിയും PS പ്രശാന്തിന്റെ അറസ്റ്റിനും അതിൽ കുറച്ചൊന്നുകൊണ്ടും കേരളത്തിലെ വിശ്വാസികൾ തൃപ്തിപ്പെടില്ല. വാസവൻ രാജിവെക്കും വരെ, PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യും വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ശേഷം ഈ മാസം 30-ാം തീയതി വരെ കേരളത്തിലെ എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ബഹുജന സമ്മേളനങ്ങൾ, വിശ്വാസ സംരക്ഷണ സമ്മേളനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും സംഘടിപ്പിക്കുകയാണ്. നവംബർ മാസത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രക്ഷോഭത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്രമിക്കാൻ നമുക്കിന് അവസരമില്ല. വിശ്രമമില്ലാത്ത നാളുകളിലേക്ക് കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. ഈ കേരളം മുച്ചൂടും മുടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള, കച്ചകെട്ടിയിറക്കിയിട്ടുള്ള ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ച് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ മുതുകാളയായിട്ടുള്ള പിണറായി വിജയന്റെ മുതുകത്ത് കുത്തിയിറക്കാൻ ഒരു വാരികുന്തവുമായിട്ടാണ് ഈ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നമസ്കാരം. ഈ ഉപരോധ സമരം സമാധാനപരമായി മുമ്പോട്ട് പോകണം. എല്ലാവരും ഒരുമിച്ചിരുന്ന്, നേതാക്കന്മാരും പ്രവർത്തകന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മൾ ഈ ഉപരോധ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് സമാധാനപരമായി മുദ്രാവാക്യങ്ങളും ശരണം വിളികളുമായി ഉപരോധ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാ സഹപ്രവർത്തകന്മാരും തയ്യാറാകണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അത് എത്തിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സന്ദേശം ശബരിമലയിൽ നടന്ന 4.5 കിലോന്റെ സ്വർണ്ണക്കൊള്ള ഈ മുഖ്യമന്ത്രി പറയുന്നത് ഒരു വീഴ്ചയാണെന്നാ പറഞ്ഞത്. ഇത് വീഴ്ചയൊന്നുമല്ല, കൊള്ളയാണ്, കൊള്ള. ഇനി അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെ ന്യായീകരിക്കാനോ അതിനെ ഒളിപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് കൃത്യമായി ഞങ്ങൾ പറയുന്നു. ഇവിടെ എല്ലാവരും, സംസ്ഥാനത്തിലെ എല്ലാ ജില്ലയും വന്ന സഹപ്രവർത്തകർക്ക് എന്റെ വിനീതമായ നമസ്കാരം, എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ 2-3 കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മുഖ്യമന്ത്രി 2014-15 പറഞ്ഞതാണ്, സർക്കാരിൽ ഇരിക്കുമ്പോൾ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ഉണ്ടാവണം. അന്ന് ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം, അഴിമതി കാണിച്ചാൽ അഴിമതി കണ്ടാൽ, അന്ന് പറഞ്ഞതാണത്. അപ്പൊ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രതിബദ്ധതയില്ല, ഉത്തരവാദിത്വമില്ല, ഉളുപ്പുമില്ല. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഞാൻ ബഹുമാനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല, മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിനാണ് ബഹുമാനിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ, ഈ വീഴ്ച എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? ഇത് കൊള്ളയല്ലേ?
ആരോട് ചോദിച്ചാലും 4.5 കിലോ സ്വർണം ഒരു പുണ്യ അമ്പലത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത് കൊള്ളയാണോ വീഴ്ചയാണോ? നിങ്ങൾ പറയൂ. കൊള്ളയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് വീഴ്ചയാണെന്ന് പറഞ്ഞത്? ഞാൻ പറയാം. ഇത് കോൺഗ്രസിന്റെ ഒരു തന്ത്രമാണ്, ലെഫ്റ്റിന്റെ ഒരു തന്ത്രമാണ്. അഴിമതിയും കൊള്ളയും ചെയ്ത് പിടിക്കുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കും. എനിക്കറിയാം 2010 കോൺഗ്രസിന്റെ UPA സർക്കാരിൽ ഡൽഹിയിൽ ഏറ്റവും ഭീകരമായ അഴിമതി ഞാൻ എക്സ്പോസ് ചെയ്തപ്പോൾ 2G സ്കാം, കോൺഗ്രസിന്റെ മന്ത്രി 6 ജനുവരി 2010 പറഞ്ഞു. എനിക്കറിയാം, ഡേറ്റ് ഇന്നും അറിയാം, ഓർമ്മയുണ്ട്. അഴിമതിയൊന്നും നടന്നിട്ടില്ല, സീറോ ലോസ്. അതുപോലെ തന്നെ അവിടുന്ന് പഠിച്ച് രാഹുൽ ഗാന്ധിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കുന്ന ഒരു ശ്രമം നടക്കില്ല. പിണറായി വിജയൻ സാറേ, നടക്കില്ല. BJP തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഹിന്ദു സമുദായത്തിനെ ദ്രോഹിച്ചവരെ, അമ്പലത്തിനെ കൊള്ള ചെയ്തവരെ ഞങ്ങൾ വിടില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് കസറത്ത് ചെയ്താലും വാസവൻ മന്ത്രി രാജിവെച്ചേ ഞങ്ങൾ ഇത് നിൽക്കൂ. വാസവൻ രാജിവെക്കണം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ഇത് ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല, ജനങ്ങളുടെ ആഗ്രഹമാണ്, സാധാരണ വിശ്വാസികളുടെ ആഗ്രഹമാണ്. ഈ നാട്ടിൽ രണ്ടാമത്തെ ചോദ്യം, ഈ നാട്ടിൽ എന്താണ് ഇങ്ങനത്തെ കൊള്ള ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത്? നമ്മുടെ അമ്പലത്തിൽ നടക്കുമ്പോൾ അതൊരു വീഴ്ച. മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ഒരു പുണ്യസ്ഥലമാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ റിയാക്ഷൻ? മന്ത്രി രാജിവെച്ചിപ്പിച്ച് ജയിലിലായിരിക്കും അവര്. അതൊന്നും ചെയ്യില്ല. കാരണം എന്താണ്? ഇവിടെ ഹിന്ദു സമുദായം ഒന്നും ചെയ്യില്ല. അവരെ വിഡ്ഢിയാക്കാൻ 2 സ്പീച്ച് അങ്ങ് പറഞ്ഞാൽ മതി. വീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധ തിരിച്ച് മറ്റൊരു കാര്യത്തിൽ പോകുന്നു. അത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആ കാലം എല്ലാം കഴിഞ്ഞു, അതിന്റെ സമയം കഴിഞ്ഞു. ഇനി ഉത്തരവാദിത്വം, പ്രതിബദ്ധത, ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സർക്കാർ ഉത്തരവാദിത്വം കാണിക്കണം. ഒരു മന്ത്രിയാണെങ്കിൽ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം കാണിക്കണം, പ്രതിബദ്ധത കാണിക്കണം. കാണിച്ചില്ലെങ്കിൽ ഇവിടെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ഒന്നും ചെയ്യില്ല, ഞങ്ങൾ ചെയ്യും. ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ പറയും, ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഇതിനാർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ശ്രദ്ധ തിരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറ്റൊരു തന്ത്രം, അത് കോൺഗ്രസ് ചെയ്യുന്ന തന്ത്രം. അഴിമതി ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ മതേതരം എന്ന് പറയും. ഞങ്ങൾ തയ്യാറാണ്. ഈ സെക്യുലറിസം മതേതരത്വത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ നാടിന്റെ സെക്യുലറിസമും എല്ലാ മലയാളികളും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഒറ്റക്കെട്ടായിട്ട് ഭരണഘടനയിൽ പറഞ്ഞ അവകാശങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ തീരുമാനിക്കും. ഇത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ആവശ്യമില്ല, കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ അഴിമതിനെ കുറിച്ച് പറയുമ്പോൾ, കൊള്ളയെ കുറിച്ച് പറയുമ്പോൾ, അമ്പലത്തിന്റെ ഉള്ള കൊള്ളയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ മതേതരം പഠിപ്പിക്കാൻ നിൽക്കണം. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഈ കൊള്ള ചെയ്തവരെ അന്വേഷിക്കുക, അവരെ ജയിലിലയക്കുക. അതൊരു പൊറ്റിയോ കൊറ്റിയോ എന്നല്ല, അത് വാസവൻ മന്ത്രിയും ദേവസ്വം ബോർഡിന്റെ ചെയർമാന്റെ പേര് പ്രശാന്തും, ഇവരെ എല്ലാവരെയാണ് അന്വേഷിച്ചിട്ട് ജയിലിലാക്കേണ്ടത്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ SITന്റെ അടുത്ത് തെളിവുണ്ട് വാസുവിനെതിരെ. പക്ഷേ മുഖ്യമന്ത്രി വാസുവിനെ സംരക്ഷിക്കാൻ നോക്കുന്നു, ശ്രമിക്കുന്നു. അത് നടക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു, ഇവിടെ തെറ്റ് ചെയ്തവരെ ഞങ്ങൾ വിടില്ല. BJP ഒറ്റക്കെട്ടായിട്ട് എല്ലാ സഹപ്രവർത്തകരുടെ ഒരു ദൃഢനിശ്ചയമാണ്. ഇതിന്റെ നീതി, ഞങ്ങൾ ഇതിനു വേണ്ടി പ്രോസിക്യൂഷൻ, ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവരെ ജയിലിലയക്കും. അതിൽ ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണെന്ന്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഇങ്ങനെ കേൾക്കണം. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. BJP ആണ് ഒരു ഒറ്റ പാർട്ടി ഈ നാടിൻ്റെ സെക്യുലറിസമും വിശ്വാസികളെയും സംരക്ഷിക്കാൻ കഴിവുള്ളൊരു പാർട്ടി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വികസിത കേരളം സൃഷ്ടിക്കാനും കഴിവും താല്പര്യമുള്ള ഒരു പാർട്ടിയാണ് BJP. അതും ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി വരുന്ന കാലത്ത് ഈ മാറാത്തത് ഇനി മാറുമെന്ന് ഞങ്ങളുടെ മുദ്രാവാക്യം കൃത്യമായി അതിനെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു. ഒരിക്കൽ കൂടി ഭാരത് മാതാ കി, ഭാരത് മാതാ കി. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. ഞങ്ങളെതിരല്ല. പക്ഷേ നിങ്ങളുടെ മകൻ ഒളിഞ്ഞിരുന്നു കൊണ്ട് തീവട്ടിക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും വകുപ്പ് മന്ത്രിയെയും നിങ്ങളെയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവനേത് കൊമ്പത്തെ തമ്പുരാനാണെങ്കിലും താഴെ ഇറക്കിയിരിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവനെ താഴെ ഞങ്ങൾ ഇറക്കിയിരിക്കും. ഞങ്ങൾക്കില്ലാത്ത ഒരു നിയമവും വിവേകിന് വേണ്ട. ഞങ്ങൾ ഭക്തർക്കില്ലാത്ത ഒരു നിയമവും വീണയ്ക്കുണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ മിസ്റ്റർ പിണറായി വിജയൻ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ. എന്താണ്? അങ്ങയുടെ കാലം കഴിയുന്നതും വരെ വേറൊരുത്തനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നട്ടലുള്ളവരായി ഉണ്ടാകരുത് എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. അത് മാത്രമാണ് രക്ഷ, അത് മാത്രമാണ് വിജയം. ഛത്തീസ്ഗഡ് ഭരിക്കുന്നുണ്ട് ഞങ്ങള്, ഗുജറാത്ത് ഭരിക്കുന്നു, ഹരിയാന ഭരിക്കുന്നു, ഉത്തർപ്രദേശ് ഭരിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്ത് 16 സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. 4 സംസ്ഥാനങ്ങൾ ഞങ്ങൾ സഖ്യകക്ഷിയായിട്ട് ഭരിക്കുന്നു. ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വെയിലുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാമെങ്കിൽ ആറ്റിങ്ങലിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയിൽ എനിക്കും ശ്രീമാൻ മുരളീധരനും മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജി പഴയ ശ്രീമാൻ കുമ്മനം രാജശേഖരൻജിയുടെ ആ മണ്ഡലത്തിലൂടെ നടന്നു നീങ്ങി അദ്ദേഹത്തിന് മുന്നേറാൻ സാധിച്ചുവെങ്കിൽ ആലപ്പുഴയിൽ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള വയലാറും പുന്നപ്രയിലും BJP 1ാം സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കും. അയ്യപ്പന്റെ പേരിലാണ് ആ പ്രതിജ്ഞ എന്ന് പറയാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. ശരണമയ്യപ്പ. ഞങ്ങൾക്ക് ഇതൊരു തമാശയല്ല. VD സതീശ, നിങ്ങൾ നടത്തിയ പദയാത്ര പോലെ ഇതൊരു തമാശയല്ല. ഞങ്ങൾക്ക് അയ്യപ്പന്റെ കാര്യം, ഞങ്ങൾക്ക് യോഗനിഷ്ഠയിലുള്ള അയ്യപ്പന്റെ ആചാരം തകരുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടാകും. ഞങ്ങൾ ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പന്റെ കാൽപാദങ്ങളിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട്, മനസ്സിന്റെ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ സമരത്തിൽ എല്ലാ കള്ളന്മാരുടെയും മുഖം മൂടി അഴിച്ചുവെപ്പിക്കാൻ കേരളത്തിലെ ജനാധിപത്യ ശക്തികൾ തയ്യാറാകും. ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു. സുകുമാരൻ നായർ സാർ വിചാരിച്ചു അയ്യപ്പന്മാർക്ക് സുരക്ഷയൊരുക്കാനും അയ്യപ്പന്മാർക്ക് സഹായങ്ങൾ ഒരുക്കാനും വിരിവെക്കാൻ പൂപ്പന്തൽ ഒരുക്കാനും അയ്യപ്പന്മാർക്ക് കുടിവെള്ളം കൊടുക്കാനും അയ്യപ്പന്മാർക്ക് റെസ്റ്റ് ചെയ്യാൻ കൂടുതൽ മുറികൾ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് സുകുമാരൻ സാർ വിചാരിച്ചത്. പിണറായി വിജയന്റെ കൂടെ പോയി. ഈ കളവിനെ കുറിച്ച് അറിയില്ല സുകുമാരൻ സാറിന്. വെള്ളാപ്പള്ളി നടേശൻ സാർ വിചാരിച്ചു ഇതാ ഭഗവത്ഗീത പഠിക്കുന്നു പിണറായി വിജയൻ. തത്തോ പൊത്തോ ഭഗവത്ഗീതയുടെ 2 വരി എങ്ങനെയോ പഠിച്ച് കഷ്ടപ്പെട്ട് പിണറായി വിജയൻ ചൊല്ലി. പാപിയാണ് നിങ്ങൾ.
കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ചെയ്യാത്ത ക്രൂരതകൾ ചെയ്ത മഹാപാപിയാണ് മിസ്റ്റർ പിണറായി. നിങ്ങൾ അടച്ചിട്ട മുറിക്കുള്ളിൽ അമ്പലപ്പുഴ കൃഷ്ണന് പാൽപ്പായസം വഴിപാടുണ്ട് പിണറായി വിജയന്റെ പേരിൽ. ഗുരുവായൂരിൽ സ്ഥിരം വഴിപാടാണ്. കാടാമ്പുഴയിൽ അറിയാതെ പൂമൂടുന്നുണ്ട് പിണറായി വിജയന്റെ പേരിൽ. അനന്തപത്മനാഭസ്വാമിക്ക് പ്രത്യേകം ചില വഴിപാടുകളുണ്ട്. 51 മഹാക്ഷേത്രങ്ങളിൽ പാപപരിഹാരവും പ്രായശ്ചിത്തവും ചെയ്യാൻ പിണറായി വിജയനോട് ജ്യോത്സ്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ തീക്കളി അവസാനിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ പാപിയാണ്. പാപികളുടെ കൂടെയാണ് നിങ്ങളുടെ സഞ്ചാരം. നിങ്ങൾക്ക് സ്വർണത്തിനോട് ആക്രാന്തമാണ്. നിങ്ങൾക്ക് ബിരിയാണി ചെമ്പിലെ സ്വർണം വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ആരാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. നിങ്ങൾക്ക് മലപ്പുറത്തെ ജലീലുമായി ചേർന്നുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സ്വർണം കടത്തിയത്? നല്ല ഈത്തപ്പഴത്തിന്റെ കുരു മാറ്റി അതിനകത്ത് സ്വർണം ഒളിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പം നിങ്ങൾ കളിച്ച് അയ്യപ്പന്റെ നെഞ്ചിൽ കയറിയിട്ടാണ് നിങ്ങളുടെ കളി. അയ്യപ്പന്റെ ദണ്ട് കാണുന്നില്ല, അയ്യപ്പന്റെ മാലകൾ കാണുന്നില്ല, അയ്യപ്പന്റെ ഗോളക കാണുന്നില്ല. അയ്യപ്പന്റെ 1998 വിജയമല്യ കോടതിയിൽ പോയതിനു ശേഷം 30 കിലോയിലധികം വരുന്ന സ്വർണം അയ്യപ്പന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അയ്യപ്പന്റെ സ്വർണം അത് കവർന്നെടുത്ത് കൊണ്ടുപോയവനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ വ്രതമെടുത്തുകൊണ്ടാണ് ഈ ഉപരോധ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. CBI വരും, ഒരു തർക്കവും വേണ്ട. ആ CBI വരുമ്പോൾ പണ്ട് P ജയരാജൻ അമൃത ആശുപത്രിയില് അഡ്മിറ്റ് ആയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CBI വരുമ്പോൾ അമേരിക്കയിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ അനുവാദമുണ്ടാകില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്ന് സൂചന നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശാന്തനെ പുറത്താക്കാത്തത്? എന്താണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടാത്തത്? എന്താണ് വാസവനെതിരെ നടപടിയെടുക്കാത്തത്? എന്താണ് കടകംപള്ളിക്കെതിരെ നടപടിയെടുക്കാത്തത്? നിങ്ങൾ എടുക്കില്ല. എടുത്താൽ കടകംപള്ളിയുടെ മൗനം വഞ്ചിക്കപ്പെട്ടാൽ തീർന്നു പിണറായി വിജയൻ. അതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യമെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, ഓരോ വീടുകളിലേക്കും ഈ കുങ്കുമഹരിത പതാകയുമായി ഞാനും നിങ്ങളും നടന്നു നീങ്ങും. നമുക്കിപ്പോ ഒരു രാഷ്ട്രപതി, അയ്യപ്പന്റെ മുന്നിൽ നമസ്കരിച്ച് തൊഴുതു നിൽക്കുന്ന രാഷ്ട്രപതി, റബ്ബർ പാല് കുടിച്ചതുപോലെ എയറിൽ തൊട്ട് പിറകിൽ നിന്ന് കൊഞ്ഞാണൻ വാസവൻ. കണ്ടില്ല നിങ്ങൾ? അയ്യപ്പനെ സ്നേഹിക്കാത്ത, ആരാധിക്കാത്ത, അയ്യപ്പന്റെ നെഞ്ചിൽ പോലും അയ്യപ്പന്റെ വിശ്വാസമില്ലാത്ത ഒരു ദേവസ്വം മന്ത്രി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഇതിനു മുൻപ് ഒരാൾ നിന്നു. ആരാണ്? മന്ത്രി രാധാകൃഷ്ണേട്ടന്റെ കയ്യിൽ തീർത്ഥം കൊടുത്തു. തീർത്ഥം അങ്ങനെ നിലത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെയുള്ള വെള്ളമൊന്നും കുടിക്കാറില്ല. അങ്ങനെ കുടിക്കാറില്ല എന്ന് പറഞ്ഞ പഴയ മന്ത്രി രാധാകൃഷ്ണന്റെ മന്ത്രിപ്പണി കളഞ്ഞു സാക്ഷാൽ അയ്യപ്പൻ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പിണറായി വിജയനെ വലിച്ചു താഴേക്കിട്ടാൽ അവിടെ ഇരിക്കേണ്ട ആളാണ് പഴയ മന്ത്രി രാധാകൃഷ്ണൻ. മന്ത്രിസ്ഥാനം പോയോ? പണി പോയോ? കളഞ്ഞോ അയ്യപ്പൻ? ബാക്കി കഥകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജനാധിപത്യ വിശ്വാസികളെ, നമ്മൾ ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യാനിക്ക്, മുസൽമാന്, ഹിന്ദുവിന്, പാഴ്സിക്ക്, ജൈനന്. എന്താ നമ്മുടെ പ്രാർത്ഥന? ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈശ്വരന്മാരെ തൊട്ട് കളിക്കണ്ട, ദേവി ദേവന്മാരെ തൊട്ട് കളിക്കണ്ട, അടങ്ങിയിരിക്കില്ല ഞങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പള്ളിയിലെ കുരിശു പൊളിക്കാൻ പോയാലും ഞങ്ങൾ രക്ഷകരായിട്ടുണ്ടാകും. മുസ്ലിം സമുദായത്തിലെ നല്ല ആചാരങ്ങളോട് ചേർന്ന് നിൽക്കാൻ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും.
എന്നാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് തെറ്റാണോ എന്ന് പറയാൻ ഞാനും നിങ്ങളും ഈ പൊരിവെയിലിൽ ഉണ്ടാകും എന്ന് സൂചന നൽകിക്കൊണ്ട് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിച്ചത് അയ്യപ്പസ്വാമിയുടെ കാരുണ്യത്തിൽ ഭാഗ്യമായി കരുതിക്കൊണ്ട് ഈ ഉപരോധ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ സമര പ്രക്ഷോഭത്തിൽ നമ്മോട് സംസാരിക്കുന്നതിനായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കേരളത്തിന്റെ ജനകീയ നേതാവ് സമരനായകൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ എല്ലാവരുടെയും അനുവാദത്തോടെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. भारत माता की, भारत माता की, भारत माता की. എല്ലാവർക്കും എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. എല്ലാവരും നിങ്ങളുടെ ജില്ലയിൽ നിന്ന് ഇവിടെ വന്നു. നമസ്കാരം പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇന്നലെ എന്നോട് ചോദിച്ചു, മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു. അപ്പോൾ ലക്ഷ്യം കൃത്യമായി ഇതാണ്. ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 4.5 കിലോ ശബരിമലേന്റെ സ്വർണ്ണക്കൊള്ള ഇന്നും അദ്ദേഹം കാണുന്നത് ഒരു വീഴ്ചയായിട്ടാണ് കാണുന്നത്. അതൊരു വീഴ്ചയല്ല, ഒരു കൊള്ളയാണെന്ന് പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്കറിയാം. ഹിന്ദു വിശ്വാസികളുടെ അവകാശങ്ങൾ ഹിന്ദു വിശ്വാസികൾക്കറിയാം. ഇനി ഞങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ കാലങ്ങളും സമയങ്ങളും കഴിഞ്ഞു. അത് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വീഴ്ചയല്ല, കൊള്ളയാണ്. ശബരിമലയിൽ മാത്രമല്ല, തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്, ഗുരുവായൂരിൽ നടന്നിട്ടുണ്ട്, മലബാർ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്, ഈ മതേതരത്തിന്റെ പേരിൽ അവിശ്വാസിയായ നിരീശ്വരവാദമായ Marriage made easy. Let M4Marry help you find the one. M4Marry.com ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. എടുക്കേണ്ടത് ദേവസ്വം മന്ത്രിയാണ്. 2014-15 ഇതേ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവാകുമ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം ഇന്നും പറയുന്നു. സർക്കാരിൽ ഇരിക്കുമ്പോൾ പ്രതിബദ്ധതയും ഉത്തരവാദിത്വം ഉണ്ടാവണം. ആര് പറഞ്ഞു? മുഖ്യമന്ത്രി പിണറായി വിജയൻജി. അന്ന് അദ്ദേഹം പറഞ്ഞു, അഴിമതി കണ്ടുപിടിച്ചാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. അന്നത്തെ പ്രതിപക്ഷ പാർട്ടി നേതാവായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻജി പറഞ്ഞ കാര്യം. അപ്പോൾ മുഖ്യമന്ത്രി ആവുമ്പോൾ പ്രതിബദ്ധതയും മറക്കും, ഉത്തരവാദിത്വം മറക്കും, ഉളുപ്പും മറക്കും. അതാണോ പറയാൻ ആഗ്രഹിക്കുന്നത്? അത് ഞങ്ങൾ സമ്മതിക്കില്ല. ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ. അത് അവരുടെ കടമയാണ്. ദേവസ്വം ബോർഡ് മന്ത്രിന്റെ ഒരു കടമയാണ്, ഡ്യൂട്ടിയാണ്. അമ്പലങ്ങളും വിശ്വാസികളെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ. ഇത് കൊള്ള ചെയ്യാനല്ല ദേവസ്വം മന്ത്രിയാക്കിയിരിക്കുന്നത്.
4 കിലോ സ്വർണം കൊള്ള ചെയ്യാനല്ല ദേവസ്വം ബോർഡ് ചെയർമാനെ നമ്മൾ വെക്കുന്നത്. ഇതെല്ലാം കൃത്യമായി പറയാനാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏത് തന്ത്രം ചെയ്താലും ഏത് നാടകം ചെയ്താലും ശ്രദ്ധ തിരിക്കാൻ എന്ത് പറഞ്ഞാലും ഈ കൊള്ളന്റെ അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. SIT മന്ത്രി വാസവന്റെ പങ്കാളിത്വം ഇതിന്റെ റോളിന്റെ തെളിവ് SITന്റെ ഒപ്പമുണ്ട്, SIT കിട്ടിയിട്ടുണ്ട്. അത് മറച്ചു വെക്കാനും ഒളിപ്പിക്കാനും ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയോട് ഞാൻ ഏറ്റവും ബഹുമാനത്തോട് പറയുന്നു, അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഒരു ന്യായീകരിക്കാൻ ഇറങ്ങിയ CPM-കാരോട് ഞാൻ പറയുന്നു, ഇത് വിശ്വാസികളെതിരെ ഒരു വഞ്ചനയാണ് നിങ്ങൾ ചെയ്തത്. ഇനി ഞങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു, അതെല്ലാം കാലങ്ങൾ കഴിഞ്ഞു. ഇനി BJP ഈ നാടിന്റെ എല്ലാ വിശ്വാസി, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ, ദേശസ്നേഹി വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ BJP ഉണ്ടാവും, കൂടെ ഉണ്ടാവും, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി ഉണ്ടാവും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ പ്രിയങ്ക ഗാന്ധി വാഡ്രയാണോ, രാഹുൽ ഗാന്ധിയാണോ, ചേനയാണോ, മാങ്ങയാണോ, ആരാണെങ്കിലും ആ മതേതരത്തിന്റെ രാഷ്ട്രീയം, മതേതരത്വം പറഞ്ഞ് അഴിമതി ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരും, ജനങ്ങൾ കൊണ്ടുവരും. മതിയായി ഈ മാറി മാറി ഭരിച്ച് ജനങ്ങളെ വെട്ടിയാക്കി കൊള്ള ചെയ്യുന്ന രാഷ്ട്രീയം മതിയായി. മാറാത്തത് ഇനി മാറും. ഈ കൊള്ള ചെയ്തവരെ ഞങ്ങൾ ജയിലിൽ അയക്കും. 2010 ഞാൻ UPA സർക്കാരിന്റെ ഏറ്റവും ഭീകരമായ 2G സ്കാം എക്സ്പോസ് ചെയ്തത് ഞാനാണ്. എനിക്കറിയാം കോൺഗ്രസ് ആ ഏറ്റവും ഹിസ്റ്ററി, ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഭീകരമായ അഴിമതിയുടെ കാലത്ത് കോൺഗ്രസിന്റെ അഴിമതി എക്സ്പോസ് ചെയ്തപ്പോൾ അവരെത്ര അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ജനങ്ങൾ തീരുമാനിച്ചാണ്ടല്ലോ മാറ്റം വരും. 2014 ഇന്ത്യയിൽ നടന്ന മാറ്റം 2026 കേരളയിൽ വരും എന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് സാധാരണ ജനങ്ങളാണ്. BJP മാത്രമല്ല, സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. എല്ലാവരും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വേണ്ടി വികസനം സൃഷ്ടിക്കുന്ന ഒരു സർക്കാർ. ഒരു മരുമകനും മകളുടെ കമ്പനിയിൽ മാത്രം കാശ് മാത്രം പോരാ, എല്ലാവരും കുടുംബത്തിനും അവസരങ്ങളും കിട്ടണം. ഒരു ഡൽഹിന്റെ ഒരു മകനും മകളുടെ അക്കൗണ്ട്സിൽ കാശ് മാത്രം കയറ്റിയാ പോരാ, എല്ലാ കുടുംബത്തിന് അവസരങ്ങൾ കിട്ടണം, പുരോഗതിക്ക് ഒരു അവസരം കിട്ടണം, തൊഴിലിന്റെ അവസരം കിട്ടണം. ആ വികസിത കേരളം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ അതിൻ്റെ ഒപ്പം ദ്രോഹിക്കുന്ന രാഷ്ട്രീയം കാണുമ്പോൾ, കൊള്ളേണ്ട രാഷ്ട്രീയം കാണുമ്പോൾ അതിനെ എതിർക്കാൻ BJPക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ ഞങ്ങളെല്ലാവരും ഇന്ന് വന്ന് കൂടിയിരിക്കുന്നു. കൂടുതൽ പറയുന്നില്ല. മതേതരത്തിനെ കുറിച്ച് പറയാൻ CPM-നും കോൺഗ്രസിനും ഒരു അവകാശമില്ല. അതിന് ഇവിടെ ഇരിക്കുന്ന BJPയും സാധാരണ മലയാളികൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ഈ മതേതരത്തിന്റെ പേരിൽ കൊള്ള ചെയ്യരുത്, ഞങ്ങളുടെ അമ്പലങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ.